ദിലീപിന്റെ ബബ്ബബ്ബ എന്ന മൂവി ഇന്നലെ കണ്ട്. ഏറ്റവും പുതിയ ചിത്രം ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഇന്നലെയാണ് കാണാൻ സമയം കിട്ടിയത്. അപ്പം മൂവി ഒരു ബബ്ബബ്ബ തന്നെയാണ്. കാരണം ഒരു ലോജിക്കോ പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവങ്ങളോ വരുത്തി തീർക്കാനോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഒരു എൻ്റയർ റിവ്യൂ ഇടാൻ മാത്രം അതിലുള്ള കണ്ടൻസ് ഒന്നും അത്രമാത്രം ഇല്ല. പക്ഷേ നിങ്ങൾ ഒരു ദിലീപ് ഫാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് കാണേണ്ട ഒരു മൂവി തന്നെയാണ് ഈ ബബ്ബബ്ബ എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആളൊരു വലിയ ബ്രേക്കിന് ശേഷം നല്ല രീതിയിൽ നല്ല സ്ക്രീൻ പ്ലേ നടത്തിയിട്ടുള്ള ഒരു നല്ല ഫിലിം അങ്ങനെയാണ് പറയേണ്ടത്. പക്ഷേ ലോജിക് പരമായിട്ടോ കഥപരമായിട്ടോ ഡയറക്ഷൻ പരമായിട്ടോ ഒന്നും ഒരു പ്രത്യേകം പറയേണ്ടതായിട്ടുള്ള ഒന്നും ഈ ഫിലിമിലില്ല. പക്ഷേ അയാൾക്ക് പറയാനുള്ള, അതായത് ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ നടന്നതായിട്ടുള്ള പല സംഭവങ്ങളും നമ്മളുടെ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പല നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ വിമർശിക്കുന്നതും അയാൾക്ക് പറയാനുള്ള കാര്യങ്ങളുമായിട്ടുള്ള പല സംഭവങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിനെ സിനിമയായി കണ്ട് പോയി കാണുക, ജസ്റ്റ് അതൊന്ന് ഇതാക്കുക എന്നുള്ളത് മാത്രമാണ്. മോഹൻലാലിന്റെ റോള് എന്ന് പറയുന്നത് ഒരു ഗസ്റ്റ് റോള് പോലെ തന്നെയാണ്. പക്ഷെ ആള് അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, എസ്പെഷ്യലി ആ ഡാൻസ്. അതുപോലെ ഒരു പോലീസ് ഓഫീസറിന്റെ വേഷത്തിൽ ഇപ്പൊ ഞാൻ 1-2 ഫിലിമിലേക്ക് കാണുന്നത്, സാൻഡി എന്നങ്ങാനാണ് അയാളുടെ പേര്. അയാൾക്കും ഈ പോലീസ് വേഷം നല്ല അടിപൊളിയായി ചേരുന്നുണ്ട്, നല്ല ഇതാണ്. അതുപോലെ പല മൂവികളുടെയും ഒരു കണക്ഷൻ, ദേവ്ജി അറിയാലോ, ദേവ്ജി, അതേപോലെ CID മൂസയിലെ കാറ്, പയ്യാലെ കാറ്, നമ്മുടെ വിജയുടെ ഗില്ലി സിനിമകളുടെ വണ്ടി, അങ്ങനെ കുറച്ച് പാട്ടുകൾ, ഒരുപാട് മൂവികളുടെ ഒരു സീന്, വെട്ടത്തിലെ സീന്, ഇതൊക്കെ അങ്ങനെ മിക്സ് ചെയ്തിട്ട് ആ ക്യാരക്ടേഴ്സിനൊക്കെ ഇങ്ങനെ റീക്രിയേറ്റ് ചെയ്ത് ചിരിപ്പിക്കണ ലെവലിലേക്കുള്ള പല ഭാഗങ്ങളും ഉണ്ട്. പക്ഷെ ഓവർ എക്സ്പെക്ടേഷനും പാടില്ല. ഇതൊരു സംഭവമാണെന്ന് വിചാരിച്ചിട്ട് പോകരുത്. കാരണം വലിയ കളക്ഷൻ, ഭയങ്കര സംഭവം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ പലർക്കും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരും. ഇത് ഫാൻസിനെ സംബന്ധിച്ച് ഒരു സംഭവം തന്നെയാണ്. കാരണം വെച്ചാൽ ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് അവരെ ആ പാട്ടിൽ തന്നെ പറയുന്നുണ്ട്. അത് ജസ്റ്റ് ഒരു എന്താ പറയാ, ഒരു വേറെ ലെവൽ, ജസ്റ്റ് ഒരു പാട്ട്, ഡാൻസ്, ആളുടെ ഒരു സ്ക്രിപ്റ്റ്. മുന്നേ ഷൈലോക്കൊക്കെ ഇറങ്ങിയ സമയത്ത് നമ്മൾ പറയുന്നില്ലേ, മമ്മൂക്കന്റെ ആ സ്ക്രീൻ കാണാനും മമ്മൂക്കന്റെ സ്റ്റൈല് കാണാനും വേണ്ടി എന്നുള്ള ലെവലിൽ ആ ഒരു സംഭവം മാത്രമായിട്ട് നിങ്ങളെ ഫിലിം കാണുക, എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അല്ല നിങ്ങൾ ഫാനൊന്നും അല്ല, ജസ്റ്റ് എപ്പോഴെങ്കിലും കണ്ടാൽ മതി വെച്ചാൽ OTT വരുമ്പോഴോ ഓൺലൈനിലോ ഒക്കെ കാണാവുന്ന ഒരു സിനിമയെ ഉള്ളൂ. റിപ്പീറ്റ് വാച്ചിങ്ങിനും ഇല്ല, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തരാനുള്ള ഒന്നും തന്നെ ആ ഫിലിമിലില്ല. ഓക്കെ.